ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ റോജി എം ജോൺ ആണ് ഇന്ന് നമുക്കൊപ്പം ലീഡേഴ്സ് മോർണിംഗിൽ അതിഥിയായിട്ടുള്ളത്. നമുക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. ഗുഡ് മോർണിംഗ് മിനിസ്റ്റർ, സ്വാഗതം ഹലോ മലയാളത്തിലേക്ക്. ഗുഡ് മോർണിംഗ്. മന്ത്രിയായതിനു ശേഷം ആദ്യമായിട്ടാണ് അങ്ങ് ഹലോ മലയാളത്തിൽ. അപ്പം ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ പറയുന്നു. വകുപ്പൊക്കെ പൂർണ്ണമായിട്ടും പഠിച്ചു കഴിഞ്ഞായിരുന്നു മിനിസ്റ്ററെ. താങ്ക് യു. ന്യൂസ് മലയാളത്തിൻ്റെ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ സന്തോഷം. ഞാൻ നേരത്തെയും ഈ പരിപാടിയിൽ ഭാഗമായിട്ടുണ്ട്. കഴിഞ്ഞ MLA ആയിരുന്ന സമയത്ത്. വകുപ്പിനെ സംബന്ധിച്ച് വളരെ ചലഞ്ചിങ് ആയിട്ടുള്ളൊരു വകുപ്പാണ്. നമുക്കറിയാം, കേരളത്തിൽ നിന്ന് ഏറ്റവും അധികം ശ്രദ്ധ ആവശ്യമായിട്ടുള്ളൊരു മേഖലയാണ് ഉന്നത വിദ്യാഭ്യാസം. കുറേയേറെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ നേരിടുന്ന ഒരു വകുപ്പാണ്. സ്വാഭാവികമായും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് കുറേയേറെ കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. കൃത്യമായി അതൊക്കെ പഠിച്ച് അതെല്ലാം യാഥാർത്ഥ്യമാക്കുവാനായിട്ടുള്ള ഒരു പരിശ്രമം ഉണ്ടാവും. മിനിസ്റ്റർ, ഇപ്പം കഴിഞ്ഞ ദിവസം തലസ്ഥാനം യുദ്ധക്കളമാകുന്നൊരു കാഴ്ച നമ്മൾ കണ്ടിരുന്നു. സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പിന് പിന്നാലെ SFI പ്രവർത്തകർക്ക് നേരെ ഗ്രനേഡ് പ്രയോഗം അടക്കമുണ്ടായി. ഇന്നിപ്പം പഠിപ്പ് മുടക്കം അവർ പറഞ്ഞിട്ടുണ്ട്. ഒപ്പം തന്നെ ഇനി പ്രതിഷേധം കടുപ്പിക്കാനാണ് തീരുമാനമെന്നും SFIയുടെ ഭാരവാഹികൾ പറയുന്നു. മിനിസ്റ്റർക്ക് എന്താണ് ഈ സാഹചര്യങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത്? അല്ല, സർവകലാശാലകളിൽ നമുക്ക് യൂണിയൻ തിരഞ്ഞെടുപ്പായാലും സർവകലാശാലകളുടെ ദൈനംദിന പ്രവർത്തനങ്ങളായാലും നമുക്ക് സുഗമമായി മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. അവിടെ നമുക്ക് സമരങ്ങൾ, പ്രതിഷേധങ്ങളും ഒക്കെ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ സ്വാഭാവികമാണ്. അതിൻ്റെ ഭാഗമാണ്. നമുക്ക് എതിർ സ്വരങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ ജനാധിപത്യ സംവിധാനത്തിൽ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ തന്നെയാണ് ഞങ്ങളെല്ലാവരും. ഞങ്ങളൊക്കെ അതിലൂടെ കടന്നു വന്നവരുമാണ്. പക്ഷേ അത് ഒരു അക്രമ സ്വഭാവത്തിലേക്ക് പോകുവാനായിട്ട് നമുക്ക് സാധിക്കുകയില്ല. അപ്പോൾ ഒരു അക്രമ സ്വഭാവത്തിലേക്ക് സമരങ്ങൾ പോകുമ്പോൾ സ്വാഭാവികമായിട്ടും പോലീസിൻ്റേതായിട്ടുള്ള നിയമപരമായ നടപടികളിലേക്ക് പോകേണ്ടതായിട്ട് വരും. അത്തരം കാര്യങ്ങൾ നമുക്ക് അക്രമങ്ങൾ ഒഴിവാക്കിക്കൊണ്ടിട്ടുള്ള സമരങ്ങളായിരിക്കും. അത്തരം സമരങ്ങളാണ് നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിന് കൂടുതൽ ഭൂഷണമായിട്ടുണ്ടാവുക. ഓക്കെ മിനിസ്റ്റർ, ഇനി ഈ മലയാളം സർവകലാശാലയിൽ രാഷ്ട്രീയം വിലക്കാൻ ഗവർണർ നീക്കം നടത്തുകയും പിന്നീട് വിദ്യാർത്ഥി പ്രതിഷേധത്തിന് പിന്നാലെ പിന്മാറുകയൊക്കെ ചെയ്തല്ലോ. അപ്പം ഇതിലെന്താണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൻ്റെ നിലപാട്? അല്ല, നമ്മുടെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു ഉത്തരവല്ലാതെ വന്നത് എങ്ങനെയാണെന്ന് ഇപ്പോൾ താങ്കൾ തന്നെ സൂചിപ്പിച്ചു. ഞാനൊക്കെ ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമായി വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ കടന്നു വന്ന ആളുകളാണ്. വിദ്യാർത്ഥി രാഷ്ട്രീയ സംഘടനാ പ്രവർത്തനമൊക്കെ ക്യാമ്പസുകളിൽ ഉണ്ടാവണം എന്ന അഭിപ്രായമുള്ള ആളുകളാണ്. അപ്പോൾ അതുകൊണ്ട് കാരണം വിദ്യാർത്ഥികൾക്ക് രാഷ്ട്രീയത്തോടുള്ള ഒരു പരിചയം, ഒരു എക്സ്പോഷറൊക്കെ ക്യാമ്പസ് തലത്തിൽ ലഭിക്കണം. അത് നല്ലൊരു കാര്യം തന്നെയാണ്. മാത്രമല്ല, ഞാനൊക്കെ പറയാറുണ്ട്, നമ്മൾ 18ാമത്തെ വയസ്സിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി, നമ്മുടെ രാജ്യത്തിൻ്റെ അതുപോലെ മുഖ്യമന്ത്രി സംസ്ഥാനത്ത് ആരായിരിക്കണമെന്നൊക്കെ തീരുമാനിക്കാനും വോട്ട് രേഖപ്പെടുത്താനും ഒക്കെയുള്ള ആ രാഷ്ട്രീയ പ്രക്രിയയിൽ പങ്കെടുക്കുവാനുള്ള അവകാശം 18 വയസ്സ് കഴിഞ്ഞ ഏതൊരു പൗരനുമുണ്ട്. അപ്പോൾ അത്രയും വലിയൊരു പ്രക്രിയയിൽ പങ്കെടുക്കുന്ന ആളുകൾക്ക് ക്യാമ്പസുകളിൽ അവരുടെ യൂണിയൻ്റെ പ്രസിഡന്റ്, ചെയർമാൻ ആരായിരിക്കണം, ഭാരവാഹികൾ ആരായിരിക്കണം എന്നൊക്കെ തീരുമാനിക്കാനുള്ള തെരഞ്ഞെടുപ്പുകളുടെ ഭാഗമാകാനും ആ രാഷ്ട്രീയ പ്രക്രിയയുടെ ഭാഗമാകാനും ഒക്കെ അവർക്ക് അവകാശമുണ്ട്. അപ്പോൾ പക്ഷേ സ്വാഭാവികമായിട്ടും ഒരു പൊതുപരിപാടി അല്ലെങ്കിൽ ഒരു ഔദ്യോഗിക ചടങ്ങൊക്കെ വരുമ്പോൾ അത് അലങ്കോലപ്പെടുന്ന രീതിയിൽ അത് കടന്നു പോകാൻ പാടില്ല. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ അക്രമ സ്വഭാവത്തിലേക്ക് നമുക്ക് ക്യാമ്പസ് രാഷ്ട്രീയത്തെ കൊണ്ടുപോകാനായിട്ട് സാധിക്കില്ല. നമുക്ക് ജനാധിപത്യത്തിന് ശോഭ പകരുന്ന തരത്തിൽ വിദ്യാർത്ഥികൾക്ക് ക്യാമ്പസുകളിൽ രാഷ്ട്രീയ പ്രവർത്തനത്തോടും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോടും അവർക്ക് താല്പര്യം തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു സംഘടനാ രാഷ്ട്രീയ പ്രവർത്തനം നമുക്ക് ക്യാമ്പസുകളിൽ ഉണ്ടാവണമെന്നുള്ളത് തന്നെയാണ്. വ്യക്തമാണ് മിനിസ്റ്റർ. ഇനി ഞാൻ ഈ പാര്യത്തുകാവിലേക്ക് വരികയാണെങ്കിൽ, വിഷയം ചർച്ച ചെയ്യാൻ സർക്കാർ ചുമതലപ്പെടുത്തിയത് അങ്ങനെയാണ്. സർക്കാർ ഹൈക്കോടതിയിൽ പോയിട്ടും കുടിയൊഴിപ്പിച്ചേ പറ്റൂ എന്ന നിലപാടിലാണ് കോടതി. 2 ആഴ്ച സമയം സർക്കാരിന് മുന്നിലുണ്ട്. എന്താണ് മിനിസ്റ്ററെ മുന്നിലുള്ള വഴികൾ? വളരെ സങ്കീർണമായിട്ടുള്ളൊരു വിഷയമാണ്. ഞങ്ങൾ ഈ വിഷയത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട്, പ്രത്യേകിച്ച് അവിടെ താമസിക്കുന്ന സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ ന്യായമായ ആവശ്യങ്ങൾ, അവർക്ക് ഏത് തരത്തിൽ അവരുടെ ആവശ്യങ്ങൾ പരിഹരിക്കാൻ സാധിക്കുമെന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് സർക്കാർ ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ ഞങ്ങൾ കോടതിയിൽ നിന്ന് ഞങ്ങളൊരു റിലീഫ് പ്രതീക്ഷിച്ചിരുന്നു. ആദ്യമായിട്ടാണ് ഈ കേസിൻ്റെ നടത്തിപ്പിൽ സംസ്ഥാന സർക്കാർ തന്നെ ഈ വിഷയത്തിൽ കോടതിയിൽ ഇടപെട്ടുകൊണ്ട് ഒരു നീക്കം നടത്തുന്നത്. പക്ഷേ 15 ദിവസത്തെ സമയം മാത്രമാണ് കോടതി അനുവദിച്ചിരിക്കുന്നത്. കേസിൻ്റെ മെറിറ്റിലേക്ക് പോകുവാനായിട്ട് കോടതി അനുവദിച്ചിട്ടില്ല. കാരണം സുപ്രീം കോടതിയുടെ ഉൾപ്പെടെ വിധികളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതിയുടെ വിധിയും വന്നിരിക്കുന്നത്. അപ്പോൾ കുടിയൊഴിപ്പിച്ചേ തീരൂ എന്ന നിലപാടിൽ തന്നെയാണ് കോടതി ഉള്ളത്. അത് ഞങ്ങൾ ഈ ഇരു കൂട്ടരുമായിട്ടും, അവിടുത്തെ താമസിക്കുന്ന ആളുകളും അതുപോലെ തന്നെ ഈ കേസിൽ പരാതിക്കാരനായിട്ടുള്ള ആളും ഉൾപ്പെടെ അവരുമായിട്ടൊക്കെ സംസാരിച്ച്
ഏത് തരത്തിലുള്ള ഒരു പരിഹാരം കണ്ടെത്താൻ സാധിക്കും എന്നുള്ള ചർച്ചകളാണ് ഇനിയിപ്പോൾ നടക്കാൻ പോകുന്നത്. ഞങ്ങൾ അവരുമായിട്ട് ബന്ധപ്പെടുന്നുണ്ട്. പിന്നെ ഞങ്ങൾ ഒരു കാര്യം ഉറപ്പാണ്, ആ ആളുകളെ ഒരു കാരണവശാലും പെരുവഴിയിലാക്കാൻ സർക്കാർ കൂട്ടുനിൽക്കില്ല. അവരെ പൂർണ്ണമായിട്ടും പുനരധിവസിപ്പിക്കാൻ സർക്കാർ തയ്യാറാണ് എന്നുള്ളത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ അടിവരയിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അത്തരം കാര്യങ്ങൾ എല്ലാവർക്കും സ്വീകാര്യമായിട്ടുള്ള രീതിയിൽ എങ്ങനെ ചെയ്യാൻ സാധിക്കും എന്നുള്ള പൂർണ്ണമായ പരിശ്രമം ഉണ്ടാവും. അങ്ങ് അവിടെ പോവുകയും അവരുമായിട്ടൊക്കെ സംസാരിക്കുകയും ഒക്കെ ചെയ്താണ്. അങ്ങ് ചെന്നതിന് ശേഷമാണ് കുറച്ച് ആ സീനൊക്കെ ഒന്ന് മാറുന്നത് പോലും അങ്ങനെയായിരുന്നു. ഇപ്പം അങ്ങും പറഞ്ഞു, ഇന്നലെ CM-ഉം പറഞ്ഞിരുന്നു ഒരാളെ പോലും അവിടെ നിന്ന് ഇറക്കി വിടില്ലാന്ന്. പക്ഷേ ഈ മുന്നിലുള്ളത് ആകെ 2 ആഴ്ച സമയമാണ്. അപ്പം ഈ 2 ആഴ്ചക്കുള്ളിൽ, ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഇതെല്ലാം ഒരു നടപടിയിലേക്ക് എത്താൻ സാധിക്കുമോ? അല്ല, നമ്മൾ പരമാവധി പരിശ്രമിക്കും. ഞാൻ പറഞ്ഞല്ലോ, സങ്കീർണമായിട്ടുള്ള വിഷയമാണ്. ഈ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആ സ്ഥലവുമായും വീടുമായിട്ടുമൊക്കെ വൈകാരികമായിട്ടുള്ള ബന്ധമുണ്ട്. പക്ഷേ കോടതിയുടെ ഉത്തരവ് നിലനിൽക്കുകയാണ്. കോടതിയുടെ ഉത്തരവ് നമുക്കെല്ലാവർക്കും ബൈൻഡിങ് ആയിട്ടുള്ളതാണ്. പോലീസിനെ സംബന്ധിച്ചും കോടതിയുടെ ഭാഗത്തു നിന്നുള്ള ഡയറക്ഷൻ ഉണ്ട്, അതിൻ്റേതായിട്ടുള്ള പ്രഷറുണ്ട്. അപ്പോൾ ഇത് രണ്ട് വ്യക്തികൾ തമ്മിൽ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് ആളുകൾ തമ്മിലുള്ള ഒരു പരാതി അല്ലെങ്കിൽ കോടതി നടപടിക്രമത്തിൻ്റെ ഭാഗമായി ഇങ്ങനൊരു വിധി വന്നിരിക്കുന്നു. അപ്പോൾ സർക്കാരിന് ഇക്കാര്യത്തിൽ ചെയ്യാനുള്ളത് രണ്ട് കാര്യങ്ങളാണ് സർക്കാരിൻ്റെ മുമ്പിലുള്ളത്. ഒന്നുകിൽ കൂട്ടരുമായി സംസാരിച്ച് സർക്കാർ തന്നെ മുൻകൈ എടുത്ത് ഒരു സെറ്റിൽമെൻറ്റിലേക്ക് എത്തുക, എങ്ങനെയാണ് ഇതിനൊരു പരിഹാരം എന്നുള്ളത് അത് കണ്ടെത്താനായിട്ട് ശ്രമിക്കുക. ഇനി അല്ലെങ്കിൽ ഇവരെ പുനരധിവസിപ്പിക്കാൻ ഇപ്പോൾ സർക്കാർ അവർക്ക് സ്ഥലവും ഭൂമിയും വീടും ഉൾപ്പെടെ കൊടുക്കാൻ തയ്യാറാണ് എന്നുള്ളത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ അവരെ പുനരധിവസിപ്പിക്കാനും സർക്കാർ തയ്യാറാണ്. എന്തു തന്നെയായാലും എനിക്കിപ്പോൾ അവരുമായിട്ട് ഒരു ഉഭയകക്ഷി ചർച്ചയിൽ മാത്രമേ ഇത് കൃത്യമായിട്ട് എങ്ങനെയാണ് ഇതിൻ്റെ ഒരു സൊല്യൂഷൻ എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. ഇപ്പം ഈ പരിയത്തുകാവില് നിലവിൽ CPIM സമരത്തിലാണല്ലോ. ഇപ്പൊ കഴിഞ്ഞ ദിവസം മുൻ മന്ത്രിമാരായ P. രാജീവും ശ്രീമതി ബിന്ദു ഒക്കെ ആ സമരപ്പന്തലിൽ എത്തിയിരുന്നു. ശരിക്കും ഈ സമരത്തിൽ ഒരു ആത്മാർത്ഥതയുണ്ട് എന്നൊരു തോന്നൽ കണ്ടു നിൽക്കുന്നവർക്ക് വരുന്നില്ല. കാരണം എന്ന് വെച്ചാൽ ഇതൊക്കെ അറിയാവുന്നവർ കഴിഞ്ഞ 14 തവണ അവിടെ പോലീസ് വന്നിട്ടും എന്ത് ചെയ്തു എന്നൊരു ചോദ്യം നിലനിൽക്കുകയല്ലേ? എന്തായാലും പാര്യത്തുകാവ് ഇവിടെ ഇങ്ങനൊരു വിഷയമുണ്ട് എന്ന് 10 വർഷങ്ങൾക്ക് ശേഷം ഇടതുപക്ഷത്തുള്ള CPM-ൻ്റെ നേതാക്കന്മാർക്ക് മനസ്സിലായതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. താങ്കൾ പറഞ്ഞതുപോലെ 10 വർഷക്കാലം സർക്കാരിൻ്റെ ഭാഗമായി നിന്നിട്ട് എന്താണ് അവരവിടെ ചെയ്തത്? 14 തവണ അവരുടെ സമയത്ത് പോലീസ് അവിടെ കുടിയൊഴിപ്പിക്കാനായിട്ട് ചെന്നു. മാത്രവുമല്ല, ഈ UDF ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷമാണ് ഗവൺമെൻറ് തന്നെ ഈ വിഷയത്തിൽ കോടതിയെ സമീപിക്കുന്നത്. ഈ 10 വർഷ കാലയളവിൽ ഇന്നിപ്പോൾ ഈ സമരം ചെയ്യുന്ന CPM-ൻ്റെ സർക്കാർ അല്ലെങ്കിൽ അവിടെ അതിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്ന മന്ത്രിയോ അദ്ദേഹം നിയമവകുപ്പോ ഒക്കെ കൈകാര്യം ചെയ്തിരുന്ന ആളാണ്. ഏതെങ്കിലും തരത്തിലുള്ള കോടതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടിട്ട് ഒരു നീക്കുപോക്ക് നടത്താനോ ഒരു പരിശ്രമമെങ്കിലും അവരുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നോ എന്നുള്ളത് അതൊക്കെ ജനം വിലയിരുത്തട്ടെ. ഇപ്പോൾ ഒരു വിഷയം വന്നു കഴിഞ്ഞപ്പോൾ പ്രതിപക്ഷത്തായി, അതുകൊണ്ട് എന്തും വേണമെങ്കിൽ പറയാം എന്നുള്ളൊരു സമീപനത്തോടു കൂടി വന്നിരിക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, നമ്മളെല്ലാവരുമായിട്ട് സംസാരിച്ച് ഇതിനകത്ത് ഒരു പരിഹാരം കണ്ടെത്താനായിട്ട് സർക്കാർ തയ്യാറാണ്. വളരെ തുറന്ന മനസ്സോടു കൂടിയിട്ടാണ് നമ്മളിതിനെ കാണുന്നത്. നമുക്ക് വിഷയത്തിന് പരിഹാരമാണ് വേണ്ടത്. പക്ഷേ CPM ഒക്കെ ഇത് യാതൊരു ആത്മാർത്ഥതയും ഇല്ലാതെ രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയിട്ട് ഒഴുക്കുന്ന ഒരു മുതലക്കണ്ണീർ മാത്രമാണ്. അതൊക്കെ ജനം തിരിച്ചറിയും. മിനിസ്റ്റർ, ഇനിയിപ്പം ജില്ലയിലെ മിനിസ്റ്റർ എന്നുള്ള നിലയിൽ കൂടി ഞാൻ ചോദിക്കണം. ഇപ്പം മുനമ്പം വിഷയം അതും അടുത്ത ചർച്ചയാണല്ലോ, അടുത്ത വിവാദത്തിൽ നിൽക്കുകയാണല്ലോ. മുനമ്പം മുതൽ മലയിടം തുരുത്തിൽ വരെ സർക്കാരിനെതിരെ ഇന്നലെയും മുൻ മന്ത്രി P. രാജീവ് വലിയ വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു. കരമടയ്ക്കുന്ന ഭൂമി ഉമീദ് പോർട്ടലിൽ ചേർത്തതിനെ തുടർന്ന് നിലവിലെ വഖഫ് ബോർഡിനെ പിരിച്ചുവിടണമെന്ന നിലപാടിൽ തന്നെയാണ് ഇപ്പോഴും മുനമ്പം സമരസമിതി. അപ്പോൾ ഇതിലെന്താണ് മിനിസ്റ്റർ ഇനിയിപ്പോൾ അടുത്ത സർക്കാരിൻ്റെ നീക്കം? ഇത് ഒരു വലിയ പണിയാണെന്നാണ് CM ഇന്നലെ മാധ്യമങ്ങളോട് പറഞ്ഞത്. അല്ല, ഈ സർക്കാർ കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് അവർ നിയമിച്ച വഖഫ് ബോർഡ് എടുത്ത നിലപാടുകളാണ് ഇപ്പോൾ ഈ വിഷയത്തിൽ വിലങ്ങുതടിയായി നിൽക്കുന്നത്. ഞങ്ങൾ അന്നു മുതൽ പറഞ്ഞ കാര്യമുണ്ട്. വഖഫ് ബോർഡ് ഇതിനകത്ത് കോടതിയിൽ കൊടുത്തിരിക്കുന്ന സത്യവാങ്മൂലത്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള കോടതി വിധി വരുന്നതിനകത്തൊക്കെ ഒരു പ്രധാന ഘടകം എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇത് ഒരു കാരണവശാലും ഈ വിഷയം പരിഹരിക്കപ്പെടാൻ പാടില്ല എന്ന നിലയിലുള്ള സമീപനമാണ് കഴിഞ്ഞ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായതും അവരുടെ ഭാഗമായിട്ടുണ്ടായിരുന്ന വഖഫ് ബോർഡിൻ്റെ ഭാഗത്തുനിന്ന് വന്ന നിലപാടുകളുമൊക്കെ. അപ്പോൾ ഇതിപ്പോൾ ഈ മലയിടം തുരുത്തിലെ കേസായാലും മുനമ്പം വിഷയമായാലും ഒക്കെ ഈ വിഷയങ്ങൾക്കൊന്നും പരിഹാരമുണ്ടാവണമെന്നല്ല CPM-ൻ്റെ ആഗ്രഹം. ഇത് എങ്ങനെ കലക്കവെള്ളത്തിൽ എങ്ങനെ മീൻ പിടിക്കാം എന്നുള്ള ഒരു താല്പര്യമാണ് അവരുടെ ഭാഗത്തു നിന്ന് കാണുന്നത്. അതൊക്കെ ഒരു ക്രിയാത്മക പ്രതിപക്ഷം എന്നൊക്കെ അവകാശപ്പെടുന്ന അല്ലെങ്കിൽ
അങ്ങനെ ആയിരിക്കുമെന്ന് പറയുന്ന ആളുകളൊക്കെ അവരുടെ സമീപനം അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനം എങ്ങനെയായിരിക്കുമെന്ന് അവർ തന്നെ വിലയിരുത്തട്ടെ, ജനങ്ങളത് വിലയിരുത്തട്ടെ. മിനിസ്റ്റർ, ഇപ്പോൾ പുതിയ സർക്കാർ വന്നിട്ട് വളരെ കുറച്ച് ദിവസങ്ങളേ ആകുന്നുള്ളൂ, ഇപ്പം ഒരാഴ്ച കഴിഞ്ഞിട്ടേ ഉള്ളൂ. പക്ഷേ മുന്നിലേക്ക് കുറച്ച് സങ്കീർണമായ പ്രശ്നങ്ങൾ തുടക്കത്തിലേ എത്തിപ്പോയി, അങ്ങനെ ഒരു തോന്നലുണ്ടോ? ഇല്ല, ഇതൊക്കെ ഒരു ഭരണ സംവിധാനത്തിൻ്റെ ഭാഗമായി നിൽക്കുമ്പോൾ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ഇത്തരം വിഷയങ്ങളൊക്കെ ഉയർന്നു വരും. നമ്മളത് അതിൻ്റെ മെറിറ്റ് നോക്കി അതിൻ്റെ ന്യായം നോക്കി കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. ഞങ്ങളൊക്കെ 10 വർഷമായിട്ട് ജനപ്രതിനിധികളായിരുന്ന ആളുകളാണല്ലോ. ഞങ്ങളൊക്കെ ഓരോ ദിവസം എന്ന വണ്ണം നിരവധിയായിട്ടുള്ള വിഷയങ്ങൾ ഞങ്ങളുടെ മുമ്പിൽ വരുന്നുണ്ട്. പലതരത്തിൽ സങ്കീർണമായിട്ടുള്ള നിയമപരമായിട്ട് നമുക്ക് പ്രയാസങ്ങളുള്ള കേസുകളൊക്കെ വരുന്നുണ്ട്. അതൊക്കെ നമ്മൾ അഡ്രസ്സ് ചെയ്തിട്ടൊക്കെയാണ് പോയിട്ടുള്ളത്. പിന്നെ സ്വാഭാവികമായും ഇത് വളരെ ഗൗരവമേറിയ വിഷയങ്ങൾ തന്നെയാണ്. അപ്പോൾ അതിലൊക്കെ ഗവൺമെൻറ്റിൻ്റെ താല്പര്യങ്ങൾ വളരെ വ്യക്തമാണ്. ഈ ഗവൺമെൻറ് സാധാരണക്കാരോടൊപ്പമാണ്, അല്ലെങ്കിൽ നീതി നിഷേധിക്കപ്പെടുന്ന ആളുകൾക്ക് നീതി ഉറപ്പാക്കാനായിട്ട് സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. അപ്പോൾ ആ നിലപാടിൽ നിന്നുകൊണ്ട് നമുക്ക് സർക്കാരിന് സാധ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധമാണ്. അതിനുവേണ്ടി സർക്കാർ ഏതറ്റം വരെ പോകാൻ തയ്യാറാണ്. അതുകൊണ്ടാണല്ലോ ഞാൻ പറഞ്ഞു, ഇപ്പം മലയോണതുരത്തിൽ പോലും ഒരു സർക്കാരും ചെയ്യാത്ത രീതിയിൽ ഞങ്ങൾ അഡ്വക്കേറ്റ് ജനറലിനെ തന്നെ നേരിട്ട് കോടതിയിൽ ഹാജരായി ഞങ്ങൾ ഒരു ഇടപെടൽ നടത്താനായിട്ട് ശ്രമിച്ചു. ഇപ്പോൾ നമുക്ക് കോടതിയുടെ മുമ്പിലുള്ളൊരു വിഷയമാണ്. അപ്പോൾ ഞങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ള പരിമിതികളുണ്ട്. കോടതിയുടെ ഉത്തരവ് ഈ രാജ്യത്ത് എല്ലാവർക്കും ബാധകമാണ്. അപ്പോൾ പക്ഷേ ഇതിനു മുമ്പ് അങ്ങനെ ഒരു ശ്രമം, അല്ലെങ്കിൽ ഇതിൻ്റെ ഈ കേസിൻ്റെ മെറിറ്റ് ഡിസ്കസ് ചെയ്തിരുന്ന കാലഘട്ടത്തിൽ, അതായത് നമുക്ക് കോടതിയിൽ വാദം നടന്നിരുന്ന കാലത്തൊന്നും ഈ വിധി വരുന്നതിന് മുമ്പൊന്നും ഇത്തരത്തിലുള്ളൊരു ഇടപെടൽ നടത്താനായിട്ട് അന്നത്തെ സർക്കാരുകളൊന്നും തയ്യാറായിട്ടില്ല. അപ്പോൾ നമ്മൾ വിഷയത്തെ ഏത് രീതിയിൽ സമീപിക്കുന്നു, അതിനെ നമുക്ക് പരിഹാരം കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. ഞങ്ങൾ അതുമായിട്ട് മുന്നോട്ട് പോകും. വ്യക്തമാണ് മിനിസ്റ്റർ. എനിക്കറിയാം തിരക്കുള്ളതാണ്, അപ്പോൾ ഒരൊറ്റ കാര്യം കൂടി വെച്ച് ഞാൻ അവസാനിപ്പിക്കാം. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാണ്. എന്തൊക്കെയാണ് പുതിയ പ്രതീക്ഷകൾ അങ്ങയുടെ? എന്തെങ്കിലും പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരാനൊക്കെ തീരുമാനങ്ങളുണ്ടോ? അല്ല, അതൊരു വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഞാൻ ലളിതമായിട്ട് പറഞ്ഞാൽ, ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ, കുറേയധികം കാര്യങ്ങൾ നമുക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് ഇന്നത്തെ ഈ മേഖലയിൽ നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട്. പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങളിലേക്കുള്ള വിദ്യാർത്ഥികളുടെ ഒരു മൈഗ്രേഷൻ ഉൾപ്പെടെ നമ്മുടെ മുമ്പിലുണ്ട്. നമുക്ക് കേരളത്തിൽ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖല രാജ്യത്തിന് അഭിമാനകരമായ രീതിയിൽ വളർത്തിക്കൊണ്ടുവരാനായിട്ടുള്ള എല്ലാ ഇടപെടലുകളും ഉണ്ടാവും. ഞങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ വിദ്യാഭ്യാസ മേഖലയും ഉന്നത വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറേയധികം കാര്യങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഒന്നൊന്നായി നടപ്പിലാക്കി മുന്നോട്ട് പോകുവാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. ഓക്കെ മിനിസ്റ്റർ, ഇപ്പോൾ താങ്ക് യു സോ മച്ച് നമ്മൾക്കൊപ്പം ജോയിൻ ചെയ്തതിന്. അങ്ങേക്ക് നല്ലൊരു ദിവസം കൂടി ആശംസിക്കുന്നു. ഒപ്പം തന്നെ ഇനിയുള്ള അടുത്ത 5 വർഷം മികച്ച ഭരണം കാഴ്ചവെക്കാൻ അങ്ങേക്ക് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുകയും ചെയ്യുന്നു. താങ്ക് യു. ഓക്കെ മിനിസ്റ്റർ.